മലബാറിൽ ശക്തമായ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. പ്രത്യേകിച്ചും മലപ്പുറത്ത്. മലപ്പുറം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. മലപ്പുറത്തെ പല മണ്ഡലങ്ങളും LDFന് ബാലികേറ മലയാണ്. ഒരുപാട് സാമുദായിക സംഘടനകളുടെ പിൻബലം ലീഗിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സമസ്തയാണ്. ഇപ്പോൾ സമസ്തയും ലീഗും തമ്മിൽ അകന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, സമസ്തയെ ഇടതു കൂടാരത്തിലെത്തിക്കാൻ CPM ശ്രമം തുടങ്ങിയിരിക്കുന്നു. CPM നേതാക്കളും സമസ്തയുടെ എല്ലാമെല്ലാമായ മുത്തുക്കോയ തങ്ങളും തമ്മിൽ ചർച്ച നടത്തിക്കഴിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. മലപ്പുറത്ത് സമസ്ത ശക്തമായ സ്വാധീനമുള്ള സാമുദായിക സംഘടനയാണ്. പരമ്പരാഗതമായ രീതിയിൽ മുസ്ലിം സമുദായത്തെ നയിക്കുന്ന സാമുദായിക സംഘടന. അവർക്ക് ശക്തമായ വേരോട്ടമുണ്ട് മലപ്പുറത്ത്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിനെ തകർത്തുകൊണ്ട് സമസ്തയെ കൂടെ കൂട്ടാൻ ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. സമസ്ത കൂടെ വന്നു കഴിഞ്ഞാൽ മലപ്പുറത്ത് പല മുസ്ലിം ലീഗ് കോട്ടകളും തകരുമെന്ന് ഇടതുപക്ഷത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറേ കാലമായി. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം അടുത്ത കാലത്ത് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ്. മുസ്ലിം ലീഗിലെ നേതാക്കൾ തന്നെ സമസ്തയുടെയും നേതാക്കളായിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേരും മുസ്ലിം ലീഗിന് എതിരാണ്. പ്രത്യേകിച്ചും മുത്തുക്കോയ തങ്ങളുടെ പുതിയൊരു മനോഭാവം അത് ഇടതുപക്ഷത്തോട് അടുക്കുന്ന മനോഭാവമാണ്. സമസ്തയെ കൂടെ കൂട്ടിയാൽ മലപ്പുറത്ത് ലോട്ടറി അടിച്ചു എന്ന് കരുതുകയാണ് CPM. അതേറെക്കുറെ ശരിയുമാണ്. കാരണം സമസ്തയ്ക്ക് ആഴത്തിൽ വേരോട്ടമുണ്ട് മലപ്പുറത്ത്. മലപ്പുറത്തെ പല മണ്ഡലങ്ങളും പിടിക്കണമെങ്കിൽ സമസ്തയെ കൂടെ കൂട്ടേണ്ടി വരും CPMന്. അതുകൊണ്ട് തന്നെ സമസ്തയെ കൂടെ കൂട്ടിക്കൊണ്ട് മലപ്പുറത്ത് ശക്തമായൊരു മുന്നേറ്റം നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് പല ലീഗിൻ്റെ കുത്തക മണ്ഡലങ്ങളിലും CPM വലിയൊരു മുന്നേറ്റമാണ് നടത്തിയത്. പക്ഷേ അതൊന്നും പോരാ. മലപ്പുറത്ത് ലീഗിനെ തകർക്കണം. മലപ്പുറത്ത് ലീഗിൻ്റെ സ്വാധീനം ഇല്ലാതാക്കി മാറ്റണം. അതിന് ഏറ്റവും പ്രാധാന്യമേറിയ സംഘടന സമസ്ത തന്നെയാണ്. അതിൽ ഒരു മാറ്റവുമില്ല എന്ന് CPMന് അറിയാം. ഈ സാഹചര്യത്തിലാണ് സമസ്തയെ കൂടെ കൂട്ടിക്കൊണ്ട് മുസ്ലിം ലീഗിനെ തകർത്ത് തരിപ്പണമാക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. സമസ്തയും മുസ്ലിം ലീഗും ഇപ്പോൾ അടിച്ചു പിരിഞ്ഞ മട്ടിലാണ്. സുപ്രഭാതം എന്ന അവരുടെ സമസ്തയുടെ മുഖപത്രത്തിൽ മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിരവധി ലേഖനങ്ങളും വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി അവർ CPMനോട് മൃദു സമീപനം, പ്രത്യേകിച്ച് LDFനോട് മൃദു സമീപനം സ്വീകരിക്കുന്നു. മലപ്പുറം എന്ന ജില്ല രൂപീകരിച്ചത് മുതൽ അവിടെ മുസ്ലിം ലീഗ് ശക്തമായൊരു സ്വാധീനം തന്നെയാണ്. ആ സ്വാധീനത്തിന്മേൽ കയറി കളിക്കാൻ ആരെയും മുസ്ലിം ലീഗ് അനുവദിച്ചിട്ടില്ല ഇതുവരെ. ഈ സാഹചര്യത്തിലാണ് സമസ്തയെ കൂടെ കൂട്ടിക്കൊണ്ട് വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുന്നത് CPM. മലപ്പുറത്തെ ലീഗിൻ്റെ പൊന്നാപുരം കോട്ട തകർക്കുക എന്നുള്ളത് CPMൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. കൃത്യമായ ഒരു അജണ്ട അവർ അതിൽ കാത്തു സൂക്ഷിക്കുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. മലപ്പുറം ജില്ലയില്ലെങ്കിൽ ലീഗില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിന് ലീഗിനെ സഹായിച്ചു കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് സമസ്ത ശക്തമായ രീതിയിൽ തന്നെ വർഷങ്ങളായി ലീഗിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു. ലീഗ് നേതാക്കൾ പലരും സമസ്തയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലമൊക്കെ ഇപ്പോൾ കടലെടുത്ത് പോയിരിക്കുന്നു. ഇപ്പോൾ സമസ്തയും ലീഗും രണ്ട് ദിശയിലാണ്. ഇപ്പോൾ സമസ്തയും ലീഗും അടിച്ച് പിരിയുന്ന മട്ടിലാണ്. എന്തായാലും ഇടതുപക്ഷത്തിന് ലോട്ടറി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സമസ്തയെ കൂടെ കൂട്ടിയാൽ ഇടതുപക്ഷത്തിന് ലോട്ടറി അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ സാഹചര്യമാണ് വളരെ മനോഹരമായി ഇടതുപക്ഷം മുതലെടുക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ഇടതുപക്ഷത്തേക്കുള്ള പോക്ക് വലിയ തിരിച്ചടിയായി മാറും. മുസ്ലിം ലീഗിൻ്റെ പല കോട്ടകളും അവർ ജയിക്കുന്നത് സമസ്തയുടെ വോട്ട് കൊണ്ടാണ്. സമസ്തയുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, ഇതൊക്കെ കാലാകാലങ്ങളായി മുസ്ലിം ലീഗിനെ സഹായിക്കാറുണ്ട്.
പക്ഷേ ഇക്കുറി എല്ലാം കൂടെ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. UDF എന്ന സംവിധാനവും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുമൊക്കെ പലപ്പോഴും ചർച്ചയിൽ വരാറുള്ളത് മലപ്പുറം എന്ന ജില്ലയെ അടിസ്ഥാനമാക്കിയാണ്. മലപ്പുറത്ത് ലീഗിൻ്റെ കോട്ടകൾ തകർക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടും CPM-ന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സമസ്തയെ കൂടെ കൂട്ടാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. സമസ്ത പ്രത്യക്ഷത്തിൽ മുസ്ലിം തീവ്രവാദ സംഘടനയല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പരമ്പരാഗത രീതിയിൽ മുസ്ലിം സമുദായത്തെ വിഭാവനം ചെയ്യുന്ന സംഘടനയാണ് സമസ്ത. അവരുടെ പല നടപടികളും വിവാദമാക്കിയിട്ടുണ്ട് LDF. പ്രത്യേകിച്ചും സ്ത്രീ സ്വാതന്ത്ര്യം അടക്കമുള്ള പല സൈദ്ധാന്തിക വിഷയങ്ങളിലും സമസ്ത സ്വീകരിക്കുന്ന നിലപാടുകൾ എപ്പോഴും വിവാദമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമസ്തയെ കൂടെ കൂട്ടിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു മുന്നേറ്റം നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. അത് വളരെ ശക്തമായ ഒരു തീരുമാനം തന്നെയാണ്. വളരെ ശക്തമായ തീരുമാനം. ആ തീരുമാനം CPM എടുക്കുമ്പോൾ, ആ തീരുമാനം CPM പ്രാവർത്തികമാക്കുമ്പോൾ മുസ്ലിം ലീഗ് തകർന്ന് തരിപ്പണമാകും മലപ്പുറത്ത് എന്നത് ഉറപ്പാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ഇത്രയും കാലം അവരുടെ പൊന്നാപുരം കോട്ടയായിരുന്നു. സമസ്തയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. അതിലേറ്റവും പ്രധാനം സമസ്തയുടെ വോട്ട് തന്നെയാണ്. സമസ്തയും ലീഗും അടിച്ചു പിരിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ഗുണമാകുന്നത് LDF-നാണ്. സമസ്തയെ കൂടെ കൂട്ടാൻ LDF-ലെ ചില സൈദ്ധാന്തിക പിടിവാശിക്കാർ സമ്മതിക്കില്ലെങ്കിലും പിണറായി വിജയൻ പറയുന്നതാണ് അവസാന വാക്ക്. മുസ്ലിം ലീഗിൽ നിന്ന് പല നേതാക്കളെയും അടർത്തിയെടുത്തിട്ടുണ്ട് CPM. മുസ്ലിം ലീഗിനെ പിളർത്താൻ തന്നെ ഒരു ഘട്ടത്തിൽ CPM ശ്രമിക്കുകയും മുസ്ലിം ലീഗ് പിളർന്ന് INL ഉണ്ടാവുകയും ചെയ്തതൊക്കെ ചരിത്രം. പിന്നീട് KT ജലീലിനെ കൂടെ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിനെ തകർക്കാൻ CPM ശ്രമിച്ചതും ചരിത്രം. മുസ്ലിം ലീഗ് വിട്ടുവരുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങളാണ് കാലാകാലങ്ങളിൽ CPM കൊടുത്തിട്ടുള്ളത്. അതാണ് മുസ്ലിം ലീഗിനെ തകർക്കാൻ CPM നടത്തിയ തന്ത്രങ്ങൾ. ഈ തന്ത്രം വളരെ ഫലപ്രദമായി വിജയകരമാക്കാൻ കഴിയുന്നുണ്ട് CPM-ന്. ഇപ്പോൾ സമസ്ത CPM-ൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ സമസ്തയുടെ പല നേതാക്കളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരും. മലപ്പുറത്ത് പലയിടത്തും സമസ്തയുടെ നേതാക്കളെ സ്വതന്ത്രരാക്കി മത്സരിപ്പിക്കും CPM. അതൊക്കെയാണ് CPM-ൻ്റെ തന്ത്രങ്ങൾ. ആ തന്ത്രങ്ങൾ ഏകദേശം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ കുറേ കാലമായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ലീഗിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നു. ലീഗിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുക മാത്രമല്ല, ലീഗിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാർത്തകൾ അതിൽ വരുന്നു. അതിൽ ലീഗിന് വലിയ അസ്വസ്ഥതയുണ്ട്. സമസ്തയെ പിളർക്കാൻ ലീഗ് ശ്രമിക്കുന്നു എന്ന് മുത്തുക്കോയ തങ്ങൾ പല പ്രാവശ്യമായി ആരോപിക്കുന്നുണ്ട്. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോട് ഇക്കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമസ്തയെ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് മുത്തുക്കോയ തങ്ങൾ. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് മലപ്പുറത്ത് ലീഗിന് ലഭിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ ശക്തി ദുർഗമായ മലപ്പുറം തകർന്ന് തരിപ്പണമാകും സമസ്ത ഇടതുപക്ഷത്തേക്ക് പോയാൽ. അതിൽ ഒരു സംശയവുമില്ല.